ജനപ്രതിനിധികളെ ഈ ദേശാഭിമാനിയും ഈ CPM-ഉം കളിയാക്കി വിളിച്ചത് മരണത്തിൻ്റെ വ്യാപാരികളെന്നാണ്. ഈ സംഭവത്തിൽ നിന്ന് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സർക്കാരിന് കഴിയില്ല. 2 മന്ത്രിമാരാണ് അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് പകരം അവിടെ വന്ന് പ്രസംഗിച്ചത്. അവിടെ അടച്ചിട്ട സ്ഥലമാണ്. അത് ഒരു തരത്തിലുള്ള പ്രവൃത്തി അതിൻ്റെ അകത്ത് നടക്കുന്നില്ല. അത് പൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലമാണ്. ഒരു മനുഷ്യൻ അതിൻ്റെ അകത്തില്ല എന്ന് ആരാണ് മന്ത്രിമാർ പറഞ്ഞപ്പോഴാണ് രക്ഷാപ്രവർത്തനം നടക്കാതെ പോയത്. രക്ഷാപ്രവർത്തനം പിന്നീട് നടന്നത് ശ്രീ ചാണ്ടി ഉമ്മൻ വന്ന് ബഹളം ഉണ്ടാക്കിയതിന് ശേഷമാണ്. അപ്പോൾ ആരാണ് മരണത്തിൻ്റെ വ്യാപാരികൾ? ഞങ്ങൾ ഉയർത്തിക്കാട്ടും. ഗവൺമെൻറ്റിൻ്റെ തെറ്റുകളെ വിമർശിക്കുക എന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, ഡോക്ടർ ഹാരിസ് പറഞ്ഞതിന് ശേഷമോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലെ കെട്ടിടം ഇടിഞ്ഞു വീണതിന് ശേഷമാണോ ആരോഗ്യരംഗത്തെക്കുറിച്ച് ഞങ്ങൾ വിമർശിക്കാൻ തുടങ്ങിയത്? ഞങ്ങളിത് കഴിഞ്ഞ കുറേ നാളുകളായി കോവിഡ് കാലത്ത് തുടങ്ങിയതാണ് ഇവർ ഈ വേഷം കെട്ട്. കോവിഡ് കാലത്ത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് കോടിക്കണക്കിന് രൂപ കൊള്ളയടിച്ച് മെഡിക്കൽ സർവീസ് കോർപ്പറേഷനിൽ നിന്ന് വിതരണം നടത്തിയാണ്. സർക്കാർ ആശുപത്രിയിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന്, കാലാവധി കഴിഞ്ഞ മരുന്ന് വിതരണം നടത്തിയ കൊള്ളക്കാരാണ് ഇവർ. എന്നിട്ട് 27,000 പേര് കോവിഡ് മൂലം മരിച്ചവരുടെ പേര് ഇവർ ഒളിപ്പിച്ചു വെച്ചു. തെരഞ്ഞെടുപ്പ് കാലത്ത് ലോകത്ത് ഏറ്റവും നന്നായി കോവിഡിനെ നിയന്ത്രിച്ച സംസ്ഥാനം കേരളമാണ് എന്ന് PR പ്രൊപ്പഗാൻഡ നടത്തിയ ആളുകൾ. ഇപ്പം അതേ പ്രൊപ്പഗാൻഡ തന്നെയാണ് നടക്കുന്നത്. ഏറ്റവും കൂടുതൽ പകർച്ചവ്യാധികൾ ഉള്ള സംസ്ഥാനം കേരളമാണ്. കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ മരുന്നില്ല. മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെയുള്ള സ്ഥലത്ത് സർജിക്കൽ എക്യുപ്മെൻറ്റ്സ് ഇല്ല. 1100 കോടി രൂപ ഇപ്പം കൊടുക്കാനുണ്ട് ഗവൺമെൻറ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്. മെഡിക്കൽ സപ്ലൈസ് നിർത്തിവെച്ചിരിക്കുകയാണ് പല കമ്പനികളും. അതിന് ഞങ്ങൾ ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തണ്ടേ? ഞങ്ങൾ നിരന്തരമായി കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഡോക്ടർ ഹാരിസ് വന്ന് ഞങ്ങൾ പ്രതിപക്ഷം പറഞ്ഞ ആരോപണത്തിന് അടിവരയിട്ടു. ഇത് അനാസ്ഥ, കെടുകാര്യസ്ഥത കോട്ടയത്ത് നടന്നത് എന്തായിരുന്നു? എന്നിട്ട് ന്യായീകരണങ്ങൾ മന്ത്രിമാർ ഡോക്ടർ ഹാരിസിനെ ഭീഷണിപ്പെടുത്തുക, അതിൽ നടന്നത്. ആദ്യം ഒന്ന് സോപ്പിട്ടു, പിന്നെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ വരട്ടുകയാണ് ഇതുപോലൊരു കാര്യം തുറന്നു പറഞ്ഞത്. ഈ ആരോഗ്യ രംഗത്ത് പ്രതിപക്ഷ വി ഡി സതീശൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഈ പറഞ്ഞ നിയമസഭയിലടക്കം വി ഡി സതീശൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതുമാണ്. ഈ കോവിഡ് സമയത്തെ മരണത്തിൻ്റെ കാര്യം, എന്താണ് കാലാവധി കഴിഞ്ഞ മരുന്നുകളുടെ കാര്യമൊക്കെ അത് വീണ്ടും അല്ലല്ലേ. അസഹിഷ്ണുത എന്ത് വാക്കാണ് അങ്ങ് ഉപയോഗിക്കുന്നത്? ആർക്ക് അസഹിഷ്ണുത? അവർക്ക് അസഹിഷ്ണുത അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം ഇതെല്ലാം പുറത്തു വരുവാണ് ഓരോ ദിവസം. ഞാൻ നിയമസഭയുടെ റെക്കോർഡ് ഞങ്ങളിതെല്ലാം പറഞ്ഞാണ്. ഇപ്പം പുതിയതായിട്ട് പറയുന്നതല്ല. നിയമസഭയ്ക്ക് അകത്തു പറഞ്ഞു, പുറത്തു പറഞ്ഞു. ഞങ്ങൾ സമരങ്ങൾ ചെയ്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് സ്ഥിതി. ഓക്കെ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്ന് തന്നെ പറയുന്നു. സർക്കാർ തക്ക സമയത്ത് ഇടപെട്ടില്ല കോട്ടയത്തെ കാര്യത്തിൽ. അതോടൊപ്പം തന്നെ കോവിഡ് കാലത്തെ മരണത്തിൻ്റെ കാര്യത്തിൽ, അതിൽ മരണങ്ങൾ അഡീഷണൽ ആഡ് ചെയ്ത കാര്യത്തിൽ ഈ പറയുന്ന എന്താണ് കാലാവധി കഴിഞ്ഞ മരുന്നുകൾ കൊടുത്തു എന്ന ആരോപണത്തിൽ, മരുന്ന് ലഭ്യതക്കുറവിൽ ഒക്കെ വീണ്ടും ആക്ഷനും ഇല്ലായിരുന്നു. ഒരു കമ്പനിയും സപ്ലൈ ചെയ്യുന്നില്ല. കാരണം കോടിക്കണക്കിന് രൂപ അവർക്ക് കൊടുക്കാനുണ്ട്. അതിനെക്കുറിച്ച് എന്താ ഒന്നും പറയാത്തത്? ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വർഷം 934 കോടി രൂപ വേണമായിരുന്നു. ആദ്യം 356 കൊടുത്തു, പിന്നെ 150 കൊടുത്തു. ബാക്കി കൊടുക്കാനുള്ളത് 424. ഇനി കൊടുക്കാനുള്ളത് ഈ വർഷം ആകെ ആവശ്യം 1015 കോടി. ആകെ അലോക്കേഷൻ 356 കോടി. ഈ 2 വർഷം കൂടി കൊടുക്കാനുള്ളത് 1100 കോടിയാണ്. ഈ പാവപ്പെട്ടവന് കൊടുക്കേണ്ട സപ്ലൈ ചെയ്യേണ്ട മരുന്നാണ്, കൊടുക്കുന്നില്ല. മരുന്ന് സപ്ലൈ ഇല്ല. എന്നിട്ട് 2010 എത്രയായിരുന്നു പേഷ്യൻസ്? അന്ന് 25 കൊല്ലത്തെ പേഷ്യൻസിന്റെ കണക്കെടുക്കുന്നേ. ഇത് തന്നെയാണ് ഈ പ്രചരണം. ഗോവിന്ദൻ മാഷ് അല്ലാതെ ഇത് സംരക്ഷണം അല്ലാതെ പരസ്പര വിരുദ്ധമായി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാന്നല്ലാതെ വേറെ വല്ലതും ഉണ്ട്? അതിനൊക്കെ നമ്മൾ മറുപടി പറഞ്ഞിട്ട് എന്താ കാര്യം? എല്ലാവരുടെയും മുമ്പിൽ ആരോഗ്യവകുപ്പ്, ഞാൻ പറയാം, ആരോഗ്യവകുപ്പ് വെന്റിലേറ്ററിലാണ്. ആരോഗ്യമന്ത്രി കുറ്റവാളിയായി നിൽക്കുകയാണ്. എന്നിട്ട് ഇതിനെല്ലാം വില കുറഞ്ഞ രീതിയിൽ ന്യായീകരിക്കുകയാണ്. അവർ ചെയ്യുന്നത് തെറ്റാണ്. നിരന്തരമായ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾ ഇടതുപക്ഷ സഹയാത്രികരായ ഡോക്ടർമാരോട് ചോദിച്ചു നോക്ക്. അവർ നിങ്ങളോട് സത്യം പറഞ്ഞു തരും എന്താണെന്ന്. ഇടതുപക്ഷ സഹയാത്രികരായ ഡോക്ടർമാർ ഇവർ വിളിച്ചു കൂട്ടുന്ന മീറ്റിങ്ങിന് പങ്കെടുക്കുന്ന ഉദ്യോഗസ്ഥന്മാരോട് നിങ്ങൾ വിളിച്ചു എന്താണ് അഭിപ്രായം എന്ന്. അത് എല്ലാവർക്കും അറിയാം. പിന്നെ ഇവരെ സംരക്ഷിക്കാനുള്ള പ്രത്യേക സംവിധാനം പാർട്ടികളുള്ളതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്.
ഉറപ്പായിട്ട് രാജിവെക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഡിമാൻഡ്. രാജിവെക്കണം. അദ്ദേഹം ചെക്കപ്പിന് വേണ്ടി പോയിരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തെ വിളിച്ചത്. അദ്ദേഹം ഇപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് സുപ്രഭാതത്തിൽ തീരുമാനിച്ചിട്ട് ചികിത്സയ്ക്ക് പോയില്ലല്ലോ. ചികിത്സയ്ക്ക് പോയതിനെ ഞാൻ ഒരു കാരണവശാലും അതിനെ ഞാൻ കുറ്റപ്പെടുത്തില്ല. ചികിത്സയ്ക്ക് പോകണം, അദ്ദേഹം അസുഖം ഭേദമായി എല്ലാ അസുഖങ്ങളും മാറി തിരിച്ചു വരണം എന്ന് തന്നെയാണ്. ഞാൻ ഇന്നലെ അദ്ദേഹത്തെ വിളിച്ചിരുന്നു, പോയി തിരിച്ചു വരട്ടെ എന്ന് പറഞ്ഞു. അതിനൊന്നും ഞങ്ങൾ കുറ്റപ്പെടുത്തില്ല. ചികിത്സിക്കാൻ ഒരാൾക്ക് അസുഖം വന്നാൽ അത് ചികിത്സിക്കാൻ പോകുന്നതിന് ഞങ്ങൾ കുറ്റപ്പെടുത്തില്ല. അത് അവർ തീരുമാനിക്കേണ്ടതല്ലേ. അവരുടെ ഗവൺമെന്റ്, മുഖ്യമന്ത്രിയും പാർട്ടിയൊക്കെ തീരുമാനിക്കേണ്ട കാര്യമല്ല. ഞങ്ങൾ അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയാനില്ല. ഇനി ഉണ്ടെങ്കിൽ എന്താ കാര്യം? ഇവിടെ സർക്കാരില്ലായ്മയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. പ്രതിപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നു? ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വെച്ച എന്താ? സർക്കാരില്ലായ്മ. എവിടെയാണ് സർക്കാരിൻ്റെ ആവശ്യം വേണ്ടത് അവിടെ സർക്കാരിൻ്റെ ഇതില്ല. അത് തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇന്നലെ എപ്പോഴാണ് അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുമെന്ന് പറഞ്ഞത്? അവരുടെ ചികിത്സാ ചെലവ് സർക്കാർ കൊടുത്തില്ലെങ്കിൽ പ്രതിപക്ഷം ഏറ്റെടുക്കും എന്ന് പറഞ്ഞു. അവർക്ക് സർക്കാർ പൈസ കൊടുത്തില്ലെങ്കിൽ ആ കുടുംബത്തെ പ്രതിപക്ഷം ചേർത്ത് നിർത്തുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ മന്ത്രിയൊക്കെ വന്ന് ഇത് പറയാൻ തുടങ്ങി. അത് ഞങ്ങൾ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്നലെയും പറയില്ലായിരുന്നു. മറ്റൊരു കാര്യം കൂടി, പാലക്കാട് ഒരു അധ്യാപകനെ സസ്പെൻഡ് ചെയ്തൊരു അഭിപ്രായ പ്രകടനം നടത്തിയതിന് അഷ്റഫ് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. അഭിപ്രായ പ്രകടനം നടത്തിയതിന് നിങ്ങൾക്ക് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് കാഫിർ സ്ക്രീൻ ഷോട്ട് ഇട്ടത് ഒരു അധ്യാപകനാണ്. ഒരു നടപടി എടുത്തില്ല CPM ആയതുകൊണ്ട്. എന്തിന് ഇദ്ദേഹത്തിനെതിരായി നടപടി എടുത്തത്? ഒരു അധ്യാപകന് അഭിപ്രായം പറയാൻ പാടില്ലേ? ഒരു അധ്യാപകന് ഈ സംഭവത്തിൽ സൂബ ഡാൻസിനെ പറ്റി ഒരു അഭിപ്രായം പറയാൻ പാടില്ലേ? പലർക്കും പല വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാവും. നമ്മൾ പറയുന്ന കാര്യത്തിൽ എല്ലാവരും ഒരേ അഭിപ്രായം ഉണ്ടാവണം എന്ന് പറയേണ്ട കാര്യം എന്താ? ഞങ്ങൾ എന്താ പറഞ്ഞത്? അഭിപ്രായ വ്യത്യാസം പറയണം, ഞങ്ങൾ അതിനെതിരില്ല. പക്ഷെ അഭിപ്രായ വ്യത്യാസം പറഞ്ഞവരോട് ചർച്ച ചെയ്ത് അത് പരിഹരിക്കണമെന്ന് പറഞ്ഞു. ഒരു അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ ഒരു അധ്യാപകൻ, അത് മാനേജ്മെന്റിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ ഭയപ്പെടുത്തിയിട്ടാണ് മാനേജ്മെന്റിനെ കൊണ്ട് ഈ സസ്പെൻഷൻ നടത്തിയത്. തിരുവനന്തപുരത്തിരുന്ന് പേടിപ്പിച്ചിട്ടാണ് ചെയ്തത്. അത് തെറ്റായ നടപടിയാണ്. അഷ്റഫ് സാറിനെ സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിക്കണം. അതൊന്നും കേരളത്തിൽ യോജിച്ചതല്ല.